നമ്മളൊക്കെ എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കില്ല. പ്രായമേറുന്തോറും നമ്മുടെ ഉയരം കുറഞ്ഞ് തടി മെലിഞ്ഞ് അങ്ങനെ ശുഷ്കിച്ച് ചെറുതായി എങ്ങനെ പോകും. അങ്ങനെ ഉടുപ്പുകൾക്കുള്ളിൽ ചുരുങ്ങിപ്പോയ ഒരമ്മയെക്കുറിച്ച് റോസ് ജോർജ് ഒരു കവിത എഴുതുന്നു. ഏറെ നാളുകൂടി കണ്ടപ്പോൾ അമ്മ ചുളുങ്ങിപ്പോയിരുന്നു. വിടർത്തിയെടുത്ത് തേച്ചു മിനുക്കാൻ പറ്റാത്തതുപോലെ. അമ്മയുടെ വട്ടപ്പൊട്ട് അതേപോലെ തന്നെ വലുതായി നിന്നു അമ്മയെപ്പോലെ. കുപ്പായത്തിന്റെ ഇഴകൾ ഉലഞ്ഞിരുന്നു. കാലത്തിന്റെ പഴക്കത്തിൽ അടുക്കാനാവാത്ത അകൽച്ചയിൽ, തോർത്താനാവാത്ത നോവിൽ, തടുക്കാനാവാത്ത ചിന്തയിൽ. അമ്മയ്ക്ക് പുതിയ കുപ്പായം മേടിക്കാൻ ഇറങ്ങി തിരിച്ചു. ഏറ്റവും ചെറുത്, ഇടത്തരം, വലുത്, പിന്നെ അതിനുമപ്പുറം. ഏറ്റവും ചെറുതുപോലും അമ്മയ്ക്ക് അധികമായി. നീളം അമ്മയെ വിട്ട് ഓടി, വീതി അമ്മയെ കവിഞ്ഞൊഴുകി. അമ്മ എന്നിട്ടും വലുതാൻ കൂട്ടാക്കാതെ ചെറുതായി, ഏറ്റവും ചെറുതാകാൻ ആഗ്രഹിച്ചു മെരുങ്ങാതെ നിന്നു. കുപ്പായത്തിന്റെ അടിവട്ടം ഉള്ളിലേക്ക് മടങ്ങി. മടക്കുകളുടെ കനത്തിൽ അമ്മയുടെ കാൽപാദത്തിന് മേളിൽ അത് ഉരുമ്മി നിന്നു. അമ്മയെ കവിഞ്ഞൊഴുകിയ വീതിയിൽ കരകൾ ഉണ്ടായി. അമ്മയ്ക്കിരിക്കാൻ, അമ്മയ്ക്ക് ചായാൻ ഇരുകരകൾ. അരികുപറ്റി അമ്മയിലേക്കുള്ള വഴികളും അളവുകൾക്കുള്ളിൽ അളവില്ലാത്ത പ്രവാഹം പോലെ അമ്മ കവിഞ്ഞൊഴുകി. അരികുപറ്റിയ അമ്മയിലേക്കുള്ള വഴികളും അളവുകൾക്കുള്ളിൽ അളവില്ലാത്ത പ്രവാഹം പോലെ അമ്മ കവിഞ്ഞൊഴുകി. എനിക്ക് ഒരു വല്യുമ്മയുണ്ട്, ഉമ്മാടെ ഉമ്മ. പെരുന്നാൾ കോടിയായിട്ട് വല്യുമ്മക്ക് നമ്മൾ ഒരു കുപ്പായം മേടിക്കാൻ പോകും. ഏറ്റവും ചെറുതാണ് ഇതുപോലെ വാങ്ങിക്കുക. എന്നാൽ ആ ഏറ്റവും ചെറുത് കൂടി അതിനുള്ളിൽ കൂടി പാകമാവാത്ത വിധം അവർ ചുരുങ്ങി പോയിട്ടുണ്ടാകും. പിന്നെയും അതിൻ്റെ അരികും മടക്കും കവയത്രി പറഞ്ഞതുപോലെ കൂട്ടിയും കുറച്ചും മുറിച്ചും അവർക്കൊപ്പം പാകമാക്കേണ്ടി വരും. ജീവിതം ഇതുപോലെ ഇഴചേർന്ന ഒരു തുണിത്തരം പോലെയാണ്. പ്രായമേറുന്തോറും നാം അതിനുള്ളിലേക്ക് ചുരുങ്ങി ഇല്ലാണ്ടായി പോവും. ഏവർക്കും സ്നേഹം.